ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പടവലങ്ങ അച്ചിങ്ങ ചേർത്തൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം നീളത്തിൽ പടവലങ്ങ അരിഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് കഴുകി വച്ചിരിക്കുന്ന അച്ചിങ്ങ കൂടെ അരിഞ്ഞു കൊടുക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇത്രയും അധികം സാധനങ്ങൾക്ക് വേണ്ടി. ഞാൻ അതിലേക്ക് അച്ചിങ്ങ ഇട്ടു. പിന്നെ അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു പച്ചമുളകും കൂടി ഇതിലിട്ട് കൊടുത്തേക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ 2 പച്ചമുളക് ഇടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇടും. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആ വെള്ളം ഒന്ന് വറ്റിയെന്ന് കണ്ടു കഴിയുമ്പോൾ പടവലങ്ങ ഇട്ട് കൊടുക്കുക. കാരണം പടവലങ്ങയിൽ ഓൾറെഡി കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ സവാള അരിഞ്ഞത്, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു സവാള അങ്ങനെ തന്നെ അരിഞ്ഞിട്ട് കൊടുത്തു. ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ നേരത്തെ ഉപ്പിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതും കൂടി ഇട്ടപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഇട്ടത്. അതുപോലെ ഒരു പച്ചമുളകും കൂടെ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിലൊരു ദിവസം നോക്കുമ്പോൾ വളരെ കുറച്ച് അച്ചിങ്ങ ഉണ്ടാകുള്ളൂ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മിക്സ് ചെയ്ത് ഇത്തിരി സവാള ഇട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അങ്ങനെ കിട്ടിയ റെസിപ്പിയാണ്. അപ്പോൾ മുൻപ് ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പടവലങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.